സ്കോർപിയോ CRDയുടെ AC കംപ്രസറാണ് കേട്ടോ. 170 cc HCCയുടെ കംപ്രസറാണ്. ഇപ്പോൾ ഒരു സംശയം തോന്നിയിട്ട് നമ്മൾ അഴിച്ചു നോക്കിയതാണ് കേട്ടോ. അപ്പം ഒരു സംഭവം എന്താണെന്ന് കാണിക്കുന്നത് ഇതുണ്ടോ, ഒരു തുള്ളി ഓയിൽ ഇതിനകത്ത് കിടപ്പില്ല. ശകലം പോലും ഓയിൽ ഇതിനകത്തില്ല. നാട്ടിൽ വെച്ചിട്ട് പോലും ഓയിലിൻ്റെ അംശമേ ഇതിനകത്ത് വരുന്നില്ല. ഉണ്ടോ, ശകലം പോലും വരുന്നില്ല. കറക്കി നോക്കാം. ഉണ്ടോ, ശകലം പോലും ഓയിൽ ഇതിനകത്ത് തള്ളി വരുന്നില്ല. എന്തായാലും നമ്മളത് കൃത്യസമയത്ത് അഴിച്ചുകൊണ്ട് കാര്യമായിട്ട് തകരാറ് തന്നെ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സാധനം ഇതിപ്പം കൊള്ളാവില്ലെന്ന് നമുക്കറിയത്തുമില്ലല്ലോ. ഇതിങ്ങനെ ഓയിലില്ലാതെ കിടക്കുകയും ചെയ്തല്ലേ. അപ്പോൾ കുറേ നാളിങ്ങനെ ഓടിക്കുമ്പോൾ ഓയിലിൻ്റെ അളവ് കുറയും. അപ്പോൾ നമ്മൾ ഓയിലത് ഫില്ല് ചെയ്യേണ്ടി വരും. ഫില്ല് ചെയ്തില്ലെങ്കിൽ ഡാമേജ് ഉണ്ടാവും. ഇതിപ്പോൾ കൃത്യസമയത്ത് അഴിച്ചുകൊണ്ട് ഇതിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇപ്പം വണ്ടിയുടെയൊക്കെ കംപ്രസറൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെക്കൻഡൊക്കെ വാങ്ങാനായിട്ട് പോകുമല്ലോ ആൾക്കാർ. അപ്പം അവരുടെയൊക്കെ അറിവിലോട്ടായിട്ട് എങ്ങനെ ഒരു കംപ്രസർ ഇത് കൊള്ളാവോ ഇല്ലയോ, എങ്ങനെയാണ് ഇത് നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുമോ, എങ്ങനെയൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അത് ഒന്ന് പറയുന്ന ചെറിയൊരു വീഡിയോ കേട്ടോ. വലിയ എലാബറേറ്റായിട്ടല്ല, എങ്കിലും അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പം ആദ്യം നമ്മളിപ്പോൾ ഒരു കംപ്രസർ കൈ കിട്ടിയാൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇത് കൊള്ളാവോ, എൻ്റെ പുറമൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ ഇങ്ങനെ സൂക്ഷിച്ച് ഉപയോഗിച്ചതാണോ അതോ നശിപ്പിച്ചിട്ടേക്കുന്നതാണെന്നോ നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് നമ്മളതിൻ്റെ 2 ഹോളുകൾ, എല്ലാ കംപ്രസറിനും 2 പൈപ്പുകളാണ് വന്ന് കയറുന്നത്. ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ട്. അപ്പം അതിനുള്ളിലേക്കൊന്ന് നോക്കുക. ചെളി ഭാഗങ്ങളൊക്കെ കണ്ടുപോകാനായിട്ട് അങ്ങനെ ചെളിയായിട്ടുണ്ടോ, കണ്ടുപോകാൻ നിറ വ്യത്യാസമോ ഇപ്പോൾ ഇത് ഉണ്ട് നല്ല ക്ലിയർ ആയിട്ടല്ല ഇരിക്കുന്നത്. അതങ്ങനെ കളർ വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ, അതൊന്നും വരുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം വലിയ ഡാമേജ് ഒന്നും ഇതിനകത്ത് പറ്റിയിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടായില്ല എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഉണ്ടോ, അതിനകത്ത് നല്ല തിളങ്ങി തന്നെ ഇരിക്കുന്നത്, അതിന് മറ്റ് ഇതൊന്നും വരുന്നില്ലല്ലോ. അപ്പം ഇനി അതുകൊണ്ട് തന്നെ നമുക്ക് കംപ്രസർ കൊള്ളാമെന്ന് പറയാറായിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ 1-2 ടെസ്റ്റുകളൊക്കെ നടത്തി നോക്കും. ഇത് ആദ്യമായിട്ട് ഇത് കൊള്ളാമെന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ പുള്ളി ഭാഗം ഒന്ന് നോക്കണം. എന്തെങ്കിലും പുള്ളിയെല്ലാം ഒന്ന് വാച്ച് ചെയ്യണത്, ചതവോ മറ്റ് അടിയിടിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നൊക്കെ നോക്കുക. എന്നിട്ട് ഈ സാധനത്തിന് ഇങ്ങനെ നാട്ടി വെച്ചിട്ട് നമ്മൾ പുള്ളി അങ്ങോട്ട് കറക്കണം, ഇങ്ങനെ കറങ്ങണം. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടോ നോക്കുക. ഉണ്ടോ, ഒച്ചയൊന്നുമില്ല, ഇളക്കമൊന്നുമില്ല, കറങ്ങുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ബയറിങ്ങിൻ്റെ ഡാമേജ് ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റേ പോയതാണ് ഒച്ച ഉണ്ടാവും. ഒച്ചയില്ല, ഒന്നുമില്ല, കുഴപ്പമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇങ്ങനെ പുള്ളിയെ മേൽ പിടിച്ച് കറക്കിയത് കൊണ്ട് മാത്രം കംപ്രസറിനുള്ളിലേക്ക് കറക്കാൻ പോകത്തില്ല. കറക്കാൻ പോകണമെങ്കിൽ നമ്മൾ ഈ സെൻറ്റർ ഭാഗത്ത് പിടിച്ച് ഇങ്ങനെ കറക്കണം. കറക്കിയാൽ മാത്രമേ ഇത് ഉള്ളിലേക്ക് കറക്കാൻ ചെല്ലത്തുള്ളൂ. നമ്മൾ കൈ കൊണ്ട് ചെയ്യുമ്പോൾ കറക്കി നോക്കണം. അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങുന്ന ചെറിയൊരു പിടുത്തം ഉണ്ടാവും. എന്നാൽ അത് ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട് എന്നാണെങ്കിൽ അകത്തൊക്കെ സ്റ്റക്കൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇത് കുഴപ്പമില്ല എന്ന് വേണം അനുമാനിക്കാൻ. അതുകൊണ്ട് ആയില്ല. നമ്മൾ വീണ്ടും അതിനെ ഒന്നുകൂടെ നോക്കണം. നോക്കിയിട്ട് 2 ഹോളുണ്ടല്ലോ, അതായത് ഒരെണ്ണം ഇച്ചിരി വീഡിയോയിൽ അത്ര ക്ലിയർ ആയിരിക്കില്ല. ഒന്ന് റൗണ്ട് കൂടിയതും ഒന്ന് റൗണ്ട് കുറഞ്ഞതുമായിരിക്കും 2 ഹോളുകൾ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ റൗണ്ട് കുറഞ്ഞ ഹോളുണ്ടല്ലോ, അതായത് ഇതിൽ വരുന്ന ഇതാണ്. അപ്പോൾ റൗണ്ട് കുറഞ്ഞത് ഗ്യാസ് പുറത്തേക്ക് തള്ളുന്നതും റൗണ്ട് കൂടിയത് ഗ്യാസ് അകത്തേക്ക് വലിക്കുന്നതുമാണ്. അപ്പോൾ ആ റൗണ്ട് കുറഞ്ഞ ഹോളിനകത്തേക്ക്, അതായത് ഗ്യാസ് പുറത്തേക്ക് തള്ളുന്ന ഹോളിനകത്തേക്ക് നമ്മൾ ഇത് കണ്ട, ഇത് കോട്ടൺ വേസ്റ്റാണ്. ഇതിലതിൻ്റെ ഓയിലും പുരട്ടിയിട്ടുണ്ട്. ഈ കോട്ടൺ വേസ്റ്റ് നമ്മൾ ഈ ഹോളിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇങ്ങനെ നന്നായിട്ടിങ്ങനെ കയറ്റി വെക്കണം. ഇതിങ്ങനെ കയറ്റി വെക്കുക, നന്നായിട്ട് കയറ്റി വെക്കുക. എന്നിട്ട് ഇനി അത് നോക്കുക. നമ്മൾ ആ കോട്ടൺ വേസ്റ്റ് ഇങ്ങനെ ഇവിടെ കയറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് പിടിച്ച് കറക്കണം. കണ്ടോ, വേസ്റ്റ് തെറിച്ച് ദൂരെ പോയി. ഒന്നുകൂടെ കാണിക്കാം. വേസ്റ്റിലേക്ക് കണ്ടോ, വേസ്റ്റ് അവിടെ നിന്ന് തെറിച്ച് പോയി. അത് കറക്കം നമ്മൾ കൈ കൊണ്ട് കറക്കുമ്പോൾ അത്ര ചെറുതായിട്ട് ഒന്നും തട്ടും നിൽക്കേണ്ട, അതുകൊണ്ടാണ് അതല്ല നല്ല ശക്തമായ രീതിയിൽ അതിനെ തെറിച്ചിന് പറ്റും. കണ്ടോ, അത് തെറിച്ചങ്ങ് പോകും. അപ്പോൾ അത് നല്ലോണം കറക്കിയാൽ നല്ല ശക്തിയിലത് തെറിച്ച് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പമ്പിന് ഇതിന് കുഴപ്പമില്ല, ഇത് തള്ളാനുള്ള ശേഷി ഇതിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഗ്യാസിനെ തള്ളാനുള്ള ശേഷിയുണ്ട്. അപ്പം അകത്ത് വലിയ ഡാമേജ് വന്നിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാം. അപ്പോൾ ഉള്ളിൽ ഇതിന് കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ അടുത്തതായിട്ട് നോക്കേണ്ടത് നമുക്കിതിൻ്റെ
ക്ലച്ച് പരിശോധിക്കണം. ഈ ക്ലച്ച് കൊള്ളാവുന്നതാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററിയിലേക്ക് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇപ്പം നിലവിൽ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാറ്ററിയിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് താമസമുള്ളൂ. അപ്പോൾ ന്യൂട്രൽ അതിന് നെഗറ്റീവ്, അത് ബോഡിയിൽ ഇതുപോലെ ബോഡിയിൽ എവിടെയെങ്കിലും കൊടുക്കുക, നെഗറ്റീവിൽ അതിന്. അത് നമ്മൾ എന്നിട്ട് ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് പ്ലസ് ലൈൻ ഞാൻ വയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പ്ലസ് ലൈൻ വയർ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് ഒന്ന് മുട്ടിക്കണം. അപ്പോൾ ശ്രദ്ധിക്കുക, പുള്ളിമേലൊന്ന് ശ്രദ്ധിക്കണം. ഉണ്ടോ, ഒരു ശബ്ദമുണ്ട്, പുള്ളി അതിൻ്റെ ആ ഡിസ്ക് അകത്തേക്ക് വലിയുന്നതാണ്. ഒരു ശബ്ദം ഉണ്ടാക്കും അത്. ഉണ്ടോ, അപ്പോൾ ഇങ്ങനെ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പം കാണത്തില്ല. ഒപ്പം തന്നെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പുകയോ അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് അങ്ങനെ വർക്ക് ഇത് അങ്ങോട്ട് അടുക്കാതെ വരുമോ, അതായത് അകത്തേക്ക് വലിച്ച് ക്ലച്ച് ഒറ്റ യൂണിറ്റായിട്ട് മാറും. അത് ശരിക്കും ഒരു മാഗ്നറ്റിക് കോയിലാണ്. ആ മാഗ്നറ്റ് ആകുമ്പോൾ ഈ പുറകത്തോട്ട് വലിച്ച് ഒറ്റ യൂണിറ്റായിട്ട് കംപ്രസറിനെ കറക്കുക ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തിട്ട് നോക്കുക. അപ്പോൾ ഇത്രയും ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് കംപ്രസർ വലിയ കുഴപ്പമില്ല, ഉപയോഗിക്കാൻ കൊള്ളാം എന്ന് വേണം നമ്മൾ അനുമാനിക്കാനായിട്ട്. ഇനി ഇതിനകത്ത് ഒഴിക്കുന്ന ഓയിൽ ഏതാണ്ട് നമുക്ക് സ്കോർപ്പിയോക്കൊക്കെ ഏതാണ്ട് 170 cc ആണിത്. ഇതിനകത്ത് നമ്മൾ ഏതാണ്ട് 150, 60, 170 മില്ലി ഓയിൽ വരെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അപ്പം അതിനൊഴിക്കുന്ന ഓയിൽ എന്ന് പറയുന്നത് നമ്മൾ ഈ എഞ്ചിൻ്റെ ഓയിലോ അല്ല അങ്ങനത്തെ ഓയിലൊന്നുമല്ല. അതിൻ്റെ ഓയിൽ പ്രത്യേക പാഗ് ഓയിൽ എന്ന് പറയും. അതിന് വേണ്ടിയിട്ടുള്ള കംപ്രസർ ഓയിലുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ പ്രത്യേകമാണ്. നമ്മൾ ആ സാധനം കാണിക്കാം. ഒപ്പം തന്നെ അതിൻ്റെ ഒരു ഗ്യാസുണ്ട്, 134i എന്ന് പറയുന്ന ഗ്യാസാണ് നമ്മൾ ഈ വാഹനത്തിൽ നമ്മൾ സ്കോർപ്പിയോ എന്നല്ല ഇവിടെയുള്ള കാറുകളെല്ലാം തന്നെ ഉപയോഗിക്കുന്നത് 134i. അപ്പോൾ ആ ഗ്യാസാണ്, അതായത് ഇതാണത് 134 എന്ന് പറയുന്ന റെഫ്രിജറൻ്റാണത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഓയിലും ഇറക്കുന്നുണ്ട്, സെപ്പറേറ്റായിട്ട് ഇറക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഓയില് 134iക്ക് വേണ്ടിയിട്ടുള്ള കംപ്രസർ ഓയിലാണ്. ഈ ഓയിലാണ് നമ്മളിതിനകത്ത് ഒഴിക്കേണ്ടത്. ഏതാണ്ട് 160 തൊട്ട് 70 മില്ലി വരെ ഓയിൽ നമ്മളിതിനകത്ത് ഒഴിക്കണം. അപ്പോൾ അത് ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, 2 ഓസുകളാണ് ഇതിലേക്ക് വരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, 1 റൗണ്ട് കൂടിയത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് നോക്കുമ്പോൾ അതറിയാൻ പറ്റും. 1 റൗണ്ട് കൂടിയതും 1 റൗണ്ട് കുറഞ്ഞതുമായിരിക്കും. അപ്പോൾ റൗണ്ട് കൂടിയതാണ് സെക്ഷൻ അകത്തോട്ട് വലിക്കുന്നത്. അതായത് ഇതിൽ വരുന്ന ഇതാണ് റൗണ്ട് കൂടിയത്. ഇതിലേക്ക് വേണം നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെക്കൻഡൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇതൊന്ന് പക്ഷേ ചിലപ്പോൾ ഇത് ഉപകാരപ്പെട്ടേക്കുന്നത്. നിങ്ങൾക്ക് കംപ്രസർ കൊള്ളാവോ ഇല്ലയെന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ, അത്രയേ ഉള്ളൂ. ഓക്കെ.